സന്ദീപ് വാര്യർക്കെതിരായ പത്രപരസ്യം നൽകിയതിൽ ജാഗ്രത കുറവുണ്ടായി എന്ന് സമ്മതിച്ച സുപ്രഭാതം പത്രത്തിന്റെ മാനേജ്മെന്റ് ആ പരസ്യം പത്രത്തിൽ എങ്ങനെ വന്നു എന്നതിൽ അന്വേഷണം ആരംഭിച്ചെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും പത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്. വിവരങ്ങളുമായി ആഷിഖ് റഹ്മാൻ ചേരുന്നുണ്ട്. ആഷിഖ്, ഈ സന്ദീപ് വാര്യർക്കെതിരായ പത്രപരസ്യം വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനത്തിന്റെ നിയമക്കുരുക്കുകളിലേക്കൊക്കെ പോകുന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സുപ്രഭാതം പത്രം തന്നെ ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത കുറവുണ്ടായി എന്നുള്ള തുറന്ന് സമ്മതിക്കുന്ന വിവരം വരുന്നത്. എത്തരത്തിലാണ് ഇവർ ഇക്കാര്യങ്ങളെപ്പറ്റി പറയുന്നത്? അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് വന്ന പത്ര പരസ്യം വലിയ വിവാദമായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വിശദീകരണവുമായി സമസ്ത രംഗത്തെത്തിയിട്ടുള്ളത്. സമസ്ത പറയുന്നത് ഈ പത്രപരസ്യവുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഈ വിഷയത്തിൽ തങ്ങൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പരസ്യം വന്നതെന്ന് തങ്ങൾ അന്വേഷിക്കും. ഈ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും സമസ്ത സുപ്രഭാതം പത്രത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നു. നമുക്കറിയാവുന്ന പോലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ തലേന്നായിരുന്നു ഈ സുപ്രഭാതം പത്രത്തിലും സിറാജ് പത്രത്തിലും അതുപോലെ വന്നത്. ഈ ലീഗിനോട് അനുഭവമുള്ള സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ ഈ പരസ്യം വന്നത് വലിയ വിവാദമായിരുന്നു. പ്രത്യേകിച്ച് സന്ദീപ് വാര്യരുടെ പഴയകാല ഫേസ്ബുക്ക് പോസ്റ്റുകളും കോൺഗ്രസിന്റെ മൃദുബന്ധുത്വവുമായി ബന്ധപ്പെട്ട പല നിലപാടുകളും തുറന്നു കാണിക്കുന്നതിന് പരസ്യം ഇത് വന്നതിന് പിന്നാലെ ഈ മുസ്ലിം ലീഗ് അധ്യക്ഷനും കുഞ്ഞാലിക്കുട്ടിയും അടക്കം വലിയ വിമർശനമാണ് ഈ ഒരു പത്രപരസ്യങ്ങൾക്കെതിരെ നടത്തിയത്. അതിന് പിന്നാലെ തെരഞ്ഞെടുപ്പിന്റെ ഇന്ന് രാവിലെ സമസ്ത അധ്യക്ഷനെ കാണാൻ സന്ദീപ് വാര്യർ തന്നെ നേരിട്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ വലിയ വിവാദമായ പശ്ചാത്തലത്തിലാണ് ഈ ഒരു വിഷയത്തിൽ വിശദീകരണമായി രംഗത്തെത്തുന്നത്. തങ്ങൾക്ക് ഈ വിഷയത്തിൽ ജാഗ്രത കുറവുണ്ടായെന്ന് തുറന്ന് സമ്മതിക്കുകയാണ് സുപ്രഭാതം. ആ വിഷയത്തിൽ തങ്ങൾ സമഗ്രമായ അന്വേഷണം നടത്തും. അതിനുശേഷം കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് ഇപ്പോൾ അവർ വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ എല്ലാ വിഭാഗത്തിനെയും പരസ്യങ്ങൾ കൊടുക്കുന്നത് തങ്ങളുടെ പോളിസിയാണെന്ന് ഈ സുപ്രഭാതം ചെയർമാനായിട്ടുള്ള സംസ്ഥയുടെ അധ്യക്ഷനും കൂടിയായ ജിഫ്രി മുത്തുകോയ തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കൂടി ഇതിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ തങ്ങൾക്ക് എല്ലാവിധ പരസ്യങ്ങളും കൊടുക്കുമെന്ന് ഇന്ന് രാവിലെ ജിഫ്രി മുത്തുകോയ തങ്ങളും പറഞ്ഞിരുന്നു. ഈ പത്രവിവാദമായി എന്തായാലും വലിയ വിശദീകരണങ്ങളും നടത്തിയിരുന്നില്ല. പക്ഷേ സുപ്രഭാതം പത്രം ഇപ്പോൾ ഈ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി എടുക്കുമെന്ന് പറയുന്നു. അത് ഒരുപക്ഷെ ലീഗിന്റെ സമ്മർദ്ദത്തിനു കൂടി അടിമപ്പെട്ടുകൊണ്ടാണെന്ന് നമുക്ക് പറയേണ്ടി വരും. സംഗീത. ശരി, ആഷിഖ് റഹ്മാൻ വ്യക്തമാണ്.